ലോസ് ആഞ്ചലസിൽ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോസ് ആഞ്ചലസിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിച്ച് സ്ഥിതി കൂടുതൽ വഷളാകും. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സാന്റ് ആന എന്ന വരണ്ട കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കും. അത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമാകുമെന്നാണ് ലോസ് ആഞ്ചലസ് കാലാവസ്ഥാ സർവീസിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. വരണ്ട കാറ്റ് ശക്തി പ്രാപിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ. എങ്ങും ഭീതിജനകമായ കാഴ്ചകൾ എന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത്. കാറ്റ് മണിക്കൂറിൽ 70 കിലോമീറ്റർ വീശാനും ചിലപ്പോഴൊക്കെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശിയടിക്കാൻ സാധ്യതകൾ ഉണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് തീ നിയന്ത്രിക്കാൻ അധികൃതർ ഇപ്പോഴും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകട മേഖലകളിൽ നിന്നും സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വളരെ വേഗത്തിലാണ് ഒഴിപ്പിക്കുന്നത്. ഭൂമി അവസാനിക്കും വിധമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ, കാലിഫോർണിയയിലും ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചിലരുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തികളും ഈ ദുരന്തത്തിലെ മറ്റൊരു കാഴ്ച കൂടിയാണ്. കാട്ടുതീ പരക്കുന്നതിനിടെ പ്രാണരക്ഷാർത്ഥം എല്ലാവരും ജീവൻ നിലനിർത്താൻ ഓടി രക്ഷപ്പെടുമ്പോൾ ചിലർ അവിടെയുള്ള ഒഴിഞ്ഞുകിടക്കുന്ന മാളുകളെ ലക്ഷ്യമാക്കി കൊള്ള നടത്തുകയും ചെയ്യുകയാണ്. വളരെ വേദനാജനകമായ കാഴ്ചകളാണ് ഇതൊക്കെ. കാരണം ഇപ്പോൾ ഒരു അതിജീവന ഘട്ടത്തിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ആ സമയത്തും കൊള്ളയടികൾ വെച്ച് പുലർത്തുന്നത് നല്ല പ്രവൃത്തിയല്ല. കൂടുതലും യുവതലമുറയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ ശൂന്യമായി കിടക്കുന്ന മാളുകൾ കേന്ദ്രീകരിച്ചാണ് റോബറി നടത്തുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടുകയും ചെയ്തു. തിങ്കളാഴ്ച മുതൽ പടരുന്ന കാട്ടുതീയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ഔദ്യോഗികമായി 16 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നുള്ള സ്ഥിരീകരണത്തിലാണ് പോലീസ്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. കെന്നത്ത് ഈറ്റൺ എന്നീ കാട്ടുതീകളിൽ വീടുകൾ ഉൾപ്പെടെ 12,000-ലധികം നിർമ്മിതികൾ ഭാഗികമായോ പൂർണ്ണമായോ കത്തി നശിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച ഏറ്റവും അപകടം നിറഞ്ഞ ദിവസമാണെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. 7 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് കാട്ടുതീ നിയന്ത്രിക്കാൻ ഇപ്പോൾ കാലിഫോർണിയയിൽ എത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു. വീശിയടിച്ച കാറ്റ് രൂപം കൊണ്ട് അഗ്നി ടൊർണാഡോ നിയന്ത്രണ വിധേയമാകാതെ ലോസ് ആഞ്ചലസിനെ കാട്ടുതീ വിഴുങ്ങുകയാണ്. അതുപോലെ ഹെലികോപ്റ്റർ അടക്കമുള്ള ഉപയോഗിച്ചാണ് നിലവിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിന്നുമുള്ള ജലം എത്തിക്കുന്നത് ബ്രൺവ്യൂഡ് ലോസ് ആഞ്ചലസിലെ മറ്റ് ജനവാസ മേഖലയിലേക്കും കാട്ടുതീ പടരുന്നത് അതീവ ആശങ്കയോടെ അധികൃതർ നിരീക്ഷിക്കുകയും ചെയ്തു. ലോസ് ആഞ്ചലസിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. കാട്ടുതീ ബാധിച്ച മേഖലയിൽ 7 സ്കൂളുകൾക്ക് മാത്രമാണ് നിലവിൽ അവധിയുള്ളത്. മേഖലയിലെ നഷ്ടം $150 ബില്യൺ എന്നാണ് പ്രാഥമിക സൂചനകൾ. പാലിസഡാസ് നടന്ന തീപിടുത്തത്തിൽ ഇതുവരെ 23,713 ഏക്കർ കത്തി നശിച്ചു. ഈറ്റൻ തീപിടുത്തം 14,117 ഏക്കർ കത്തിക്കഴിഞ്ഞു. വരണ്ട കാറ്റിന് ഇപ്പോഴും ശമനമുണ്ടെങ്കിലും ഉടൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 6ാം ദിവസവും ലോസ് ആഞ്ചലസിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. ബുധനാഴ്ചയോടെ വരണ്ട കാറ്റ് റെഡ് ഫ്ലാഗ് വിഭാഗത്തിലെത്തുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നത്. വരണ്ട കാറ്റ് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും 113 കിലോമീറ്റർ വേഗത വരെ വരണ്ട കാറ്റിന്റെ പരമാവധി വേഗത എത്താമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.